IT മേഖലയിൽ ജോലി ചെയ്യുന്ന പതിനായിരക്കണക്കിന് ഇന്ത്യൻ എഞ്ചിനീയർമാർക്കും പ്രത്യേകിച്ച് H1B വിസയിൽ ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികൾക്കും അവരുടെ തൊഴിലുടമകൾക്കും ഇടയിൽ സമീപ ദിവസങ്ങളിൽ വലിയ ഭീതിയും ആശങ്കയും പടർത്തിയ ഒന്നായിരുന്നു ഒരു H1B വിസയ്ക്ക് $1,00,000 അതായത് ഏകദേശം 90 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ. അമേരിക്കൻ കമ്പനികൾ വിദേശ ജീവനക്കാരെ ജോലിക്കെടുക്കുന്നത് തടയാനും H1B വിസ സ്പോൺസർഷിപ്പിന് അങ്ങേയറ്റം ചെലവേറിയതാക്കാനും ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ഈ $1,00,000 ഫീസ് നിബന്ധന ശരിക്കും പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടോ? അമേരിക്കൻ കോടതികളുടെയും US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെയും പുതിയ നിലപാട് എന്താണ്? H1B വിസ ട്രാൻസ്ഫറിനും എക്സ്റ്റൻഷനും ഗ്രീൻ കാർഡ് പ്രോസസ്സിംഗിനും കാത്തിരിക്കുന്ന മലയാളി പ്രൊഫഷണലുകളെ ഇത് എങ്ങനെ ബാധിക്കും? ഒപ്പം ഇതിന്റെ നിയമവശങ്ങൾ കൂടെയാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. H1B വിസയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഈ $1,00,000 ഫീസ് തുകയുടെ പശ്ചാത്തലം നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം. അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷ മുൻനിർത്തി വിദേശ പ്രൊഫഷണലുകളെ കുറഞ്ഞ ശമ്പളത്തിൽ നിയമിക്കുന്നത് തടയാൻ അമേരിക്കൻ ഭരണകൂടവും ജനപ്രതിനിധികളും വൻതുക ഫീസായി ചുമത്തണമെന്ന നിർദ്ദേശം മുൻപോട്ട് വെച്ചിരുന്നു. പ്രത്യേകിച്ച് IT കൺസൾട്ടൻസിംഗ് കമ്പനികൾക്കും തേർഡ് പാർട്ടി ഔട്ട്സോഴ്സിംഗ് സ്ഥാപനങ്ങൾക്കും കടിഞ്ഞാണിടാനാണ് ഇത്തരമൊരു ഭീമമായ തുക ഫീസായി നിശ്ചയിക്കാൻ നീക്കം നടന്നത്. ഒരു H1B അപേക്ഷയ്ക്ക് $1,00,000 വരെ കമ്പനികൾ നൽകേണ്ടി വരുമെന്ന വാർത്ത പരന്നതോടെ അമേരിക്കൻ കമ്പനികൾ ഇനി വിദേശ ജീവനക്കാർക്ക് വിസ സ്പോൺസർ ചെയ്യില്ല എന്നും നിലവിലുള്ള വിസക്കാരുടെ എക്സ്റ്റൻഷൻ അപേക്ഷകൾ കമ്പനികൾ ഉപേക്ഷിക്കുമോ എന്നും വലിയ ആശങ്ക ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ പ്രവാസി മലയാളികൾക്കും IT ജീവനക്കാർക്കും ആശ്വാസം നൽകുന്ന ഏറ്റവും പുതിയ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് ഇമിഗ്രേഷൻ അഭിഭാഷകർ പറയുന്നുണ്ട്. നമുക്കതെന്താണെന്ന് കൂടെ നോക്കാം. അമേരിക്കൻ ഫെഡറൽ കോടതികളുടെ ഇടപെടലിലൂടെയും US ചേംബർ ഓഫ് കൊമേഴ്സ് സമർപ്പിച്ച ഹർജികളുടെയും അടിസ്ഥാനത്തിൽ അനാവശ്യവും അതിരൂക്ഷവുമായ ഇത്തരം ഫീസ് വർധനവുകൾക്ക് മേൽ വ്യക്തമായ സ്റ്റേ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കൻ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ആക്ട് ലംഘിച്ചുകൊണ്ടും കൃത്യമായ പഠനങ്ങൾ നടത്താതെയും തന്നിഷ്ടപ്രകാരം ഭീമമായ ഫീസുകൾ ചുമത്താൻ ഭരണകൂടത്തിന് അധികാരമില്ലെന്ന് US ഫെഡറൽ കോടതി ഉത്തരവിടുകയായിരുന്നു. അതിനാൽ തന്നെ പ്രചരിക്കുന്നത് പോലെ H1B വിസ ലഭിക്കാൻ $1,00,000 കമ്പനികൾ ഫീസായി നൽകണമെന്ന വാർത്ത നിലവിൽ പ്രാബല്യത്തിൽ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ നിലവിൽ ഒരു H1B അപേക്ഷ സമർപ്പിക്കുമ്പോൾ തൊഴിലുടമകൾ യഥാർത്ഥത്തിൽ നൽകേണ്ട USCIS ഫീസുകളിൽ വലിയ ഭേദഗതികൾ വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ രജിസ്ട്രേഷൻ ഫീസ്, ബേസിക് ഫയലിംഗ് ഫീസ്, ആന്റി ഫ്രോഡ് ഫീസ്, ACWIA ഫീ കൂടാതെ അപേക്ഷ വേഗത്തിലാക്കാൻ ആവശ്യമെങ്കിൽ നൽകേണ്ട പ്രീമിയം പ്രോസസ്സിംഗ് ഫീസ് എന്നിവയാണ് കമ്പനികൾ അടയ്ക്കേണ്ടി വരുന്നത്. അല്ലാതെ പ്രചരിക്കുന്നത് പോലെയുള്ള ഭീമമായ $1,00,000 തുക സാധാരണ വിസ പ്രോസസ്സിംഗിന് ബാധകമല്ല. ഇവിടെ H1B വിസ ജീവനക്കാരായ പ്രവാസി മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ഒരു US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ നിയമമുണ്ട്. അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമം അനുസരിച്ച് H1B വിസ ഫയലിംഗുമായി ബന്ധപ്പെട്ട എല്ലാത്തരം നിയമപരമായ ഫീസുകളും അറ്റോർണി ഫീസുകളും പൂർണ്ണമായും തൊഴിലുടമ അഥവാ എംപ്ലോയർ തന്നെയാണ് വഹിക്കേണ്ടത്. വിസ അപേക്ഷകരുടെ അപേക്ഷാ തുക ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാനോ അല്ലെങ്കിൽ ജീവനക്കാരിൽ നിന്ന് നേരിട്ട് പണമായി ഈടാക്കാനോ നിയമപരമായ അനുവാദമില്ല. ഏതെങ്കിലും IT കൺസൾട്ടൻസികളോ തൊഴിലുടമകളോ ഇത്തരം വാർത്തകളുടെ മറവിൽ ജീവനക്കാരിൽ നിന്നും പണം ആവശ്യപ്പെടുകയോ വിസ എക്സ്റ്റൻഷന് വൻതുക ചോദിക്കുകയോ ചെയ്താൽ അത് കടുത്ത ഇമിഗ്രേഷൻ ലംഘനമാണ്. എന്നാൽ തൊഴിലുടമകളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ യഥാർത്ഥ വെല്ലുവിളി $1,00,000 വ്യാജ വാർത്തയല്ല, മറിച്ച് USCIS നടപ്പിലാക്കിയിരിക്കുന്ന വേജ് ലെവൽ പ്രീവെയിലിംഗ് മാൻഡേറ്റുകളും കൂടുതൽ സൂക്ഷ്മമായ പരിശോധനകളുമാണ്. ലെവൽ 1 അഥവാ എൻട്രി ലെവൽ ശമ്പളം നൽകിക്കൊണ്ട് അപേക്ഷിക്കുന്ന വിസകൾക്ക് റിക്വസ്റ്റ് ഫോർ എവിഡൻസ് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ കമ്പനികൾ തങ്ങളുടെ H1B ജീവനക്കാർക്ക് മേഖലയിലെ ഏറ്റവും അനുയോജ്യമായ ഉയർന്ന ശമ്പളം നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അമേരിക്കൻ IT മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികൾ ഈ സാഹചര്യത്തിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നത് നന്നായിരിക്കും. ഒന്നാമതായി, സോഷ്യൽ മീഡിയയിലും അനാവശ്യ വാട്സപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്ന വൻ ഫീസ് വർധനവ് സംബന്ധിച്ച വ്യാജ പ്രചരണങ്ങളിൽ ഭയപ്പെടാതിരിക്കുക. രണ്ടാമതായി, നിങ്ങളുടെ കമ്പനിയുടെ ഇമിഗ്രേഷൻ ടീമുമായും അനുഭവസമ്പന്നരായ അറ്റോർണിമാരുമായും തത്സമയം ആശയവിനിമയം നടത്തുക. മൂന്നാമതായി, വിസ ട്രാൻസ്ഫറുകൾക്കും എക്സ്റ്റൻഷനുകൾക്കും തയ്യാറെടുക്കുമ്പോൾ നിങ്ങളുടെ LCA രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശമ്പള നിരക്കുകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. H1B വിസയ്ക്ക് മേൽ $1,00,000 വിസ ഫീസ് നിലവിൽ നിലനിൽക്കുന്നില്ല എന്നത് വലിയൊരു ആശ്വാസമാണ്.
കോടതികളുടെ കൃത്യമായ ഇടപെടലുകളും ഇമിഗ്രേഷൻ നിയമങ്ങളുടെ സുതാര്യതയും അമേരിക്കയിൽ ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികൾക്ക് വലിയ നിയമപരമായ സംരക്ഷണമാണ് ഉറപ്പു നൽകുന്നത്. മാറുന്ന ഇമിഗ്രേഷൻ വാർത്തകളും കൃത്യമായ വിവരങ്ങളും സമയബന്ധിതമായി മനസ്സിലാക്കിക്കൊണ്ട് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രദ്ധിക്കുക. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഇമിഗ്രേഷൻ വാർത്തകൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.